ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസിയുടെ ഡെറിവേഷനാണ്. അപ്പോൾ ഡെറിവേഷനും വർക്കിങ്ങും എല്ലാം സെപ്പറേറ്റ് 10 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. അതിൻ്റെ വർക്കിംഗ്, ഓട്ടോ സൈക്കിളിൻ്റെ വർക്കിംഗ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഈ വീഡിയോയിൽ ഡെറിവേഷൻ, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി, അതായത് ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്യും. അതും സാധാരണ 10 മാർക്സിന് ചോദിക്കുന്നതാണ്. കാർനോട്ട് സൈക്കിളിൻ്റെ ഡെറിവേഷനേക്കാളും സിമ്പിളാണ് ഈ ഓട്ടോ സൈക്കിളിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്, വളരെ കുറച്ച് സ്റ്റെപ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഇക്വേഷനാണ് എഫിഷ്യൻസിയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. 1 - 1/r raised to gamma - 1. നമ്മുടെ കാർനോട്ട് സൈക്കിളിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 - T3/T1 എന്നായിരുന്നു കാർനോട്ട് സൈക്കിളിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഇവിടെ ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. 1 - 1/r raised to gamma - 1. ഇതിൽ ഗാമ എന്ന് പറയുന്ന മിക്കവാറും ക്വസ്റ്റ്യനിൽ പ്രോബ്ലംസ് തരുമ്പോൾ അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും ഗാമയുടെ വാല്യൂ എത്രയാണെന്ന്. അല്ല എങ്കിൽ നമുക്ക് 1.4 ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. എയറിൻ്റെ ഗാമ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.4 ആണ്. അപ്പം ഇത് 1.4 ആയിട്ട് ഒന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം. ഇവിടെ ആറിൻ്റെ വാല്യൂയും കൂടെ കണ്ടെത്തിയാൽ അത് മാത്രം മതി ഈ ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി എത്രയാണ്, തിയററ്റിക്കൽ എഫിഷ്യൻസി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഈ ആർ എന്ന് പറയുന്ന അതിൻ്റെ വാല്യൂ മാത്രം മതി. അപ്പോൾ എന്താണ് ഈ ആർ എന്ന് പറയുന്നത്? ആർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ അല്ല, സ്മോൾ ലെറ്റർ ആർ ആണ്. ഈ ആർ എന്ന് പറയുന്ന കംപ്രഷൻ റേഷ്യോ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ കംപ്രഷൻ റേഷ്യോ ആണ് ആർ എന്ന് പറയുന്നത്. ഈ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ V1/V2 എന്ന് പറയാം. ഇവിടെ V1/V2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് നോക്കുക. ഇതാണ് അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കംപ്രഷൻ പ്രോസസ്സ് വെച്ചിട്ടാണ് കംപ്രഷൻ റേഷ്യോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് 1, 2 ആണ്. ഇതൊരു അഡയബാറ്റിക് പ്രോസസ്സാണ്. ഇതിൽ ഈ 1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വോളിയം എന്ന് പറയാം. ഈ വോളിയം നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വോളിയം 1ഉം വോളിയം 2ഉം കിട്ടും. വോളിയം 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പിസ്റ്റൻ്റെ എക്സ്ട്രീം റൈറ്റ് എൻഡ് എന്ന് പറയാം. അതിൽ നിന്നാണ് ആ പിസ്റ്റൺ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള എയറിനെ കംപ്രസ് ചെയ്ത് ഈ പോയിന്റ് വരെ, ഈ സ്റ്റേറ്റ് വരെ എത്തിക്കുന്നത്, അതായത് വോളിയം 2 വരെ എത്തിക്കുന്നത്. അപ്പം V1 എന്ന് പറഞ്ഞാൽ V1 വോളിയം, ഇനിഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ V1 എന്നും ഫൈനൽ വോളിയം എന്ന് പറഞ്ഞാൽ V2 എന്നും പറയാം. ഈ V1ൻ്റെയും V2ൻ്റെയും തമ്മിലുള്ള റേഷ്യോയാണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഇനിഷ്യൽ വോളിയവും ഫൈനൽ വോളിയവും തമ്മിലുള്ള റേഷ്യോ, അതിനെയാണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് V1/V2, അതാണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, V1/V2. ഇവിടെ ഹയർ വോളിയം ഏതാണോ അതാണ് സാധാരണ ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുന്നത്. ഇവിടെ V1 ആണ് ഹയർ വാല്യൂ ആയിട്ട് വരുന്നത്. വോളിയം എടുക്കുമ്പോൾ ഹയർ വാല്യൂ V1ഉം V2 എന്ന് പറയുന്നത് സ്മോളർ വാല്യൂ ആണ്. അപ്പോൾ സ്മോളർ വാല്യൂ ഡിനോമിനേറ്റർ ആയിട്ടും ഹയർ വോളിയം ന്യൂമറേറ്റർ ആയിട്ട് എടുക്കും. അതുകൊണ്ടാണ് V1/V2 എന്ന് പറയുന്നത്. അതിനെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയും. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, V1 തന്നെയാണ് V4 എന്ന് പറയുന്നത്. സെയിം വോളിയം തന്നെയാണ്. V1 തന്നെയാണ് V4. അതുപോലെ തന്നെയാണ് V2 തന്നെയാണ് V3 എന്ന് പറയുന്നത്. സെയിം വോളിയമാണ് V2ഉം V3. അപ്പം V1/V2 എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ V4/V3 എന്നും പറയാം. V4/V3 അതും കംപ്രഷൻ റേഷ്യോ ആണ്. പക്ഷേ ആക്ച്വലി അത് എക്സ്പാൻഷൻ റേഷ്യോ എന്നാണ് പറയുന്നത്. കാരണം അതൊരു എക്സ്പാൻഷൻ പ്രോസസ് ആണല്ലോ. അവിടെ V1/V3 എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പാൻഷൻ പ്രോസസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ഓട്ടോ സൈക്കിളിൽ അത് അത്ര റിലവൻ്റ് അല്ല. ഇവിടെ കംപ്രഷൻ റേഷ്യോ മാത്രമേ റിലവൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് V1/V2 അല്ലെങ്കിൽ V4/V3യെയും നമുക്ക് കംപ്രഷൻ റേഷ്യോ എന്ന് പറയാം. ബേസിക്കലി V1/V2 ആണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ മിക്കവാറും പ്രോബ്ലംസ് തരുമ്പോൾ ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് കംപ്രഷൻ റേഷ്യോ = 5 അല്ലെങ്കിൽ കംപ്രഷൻ റേഷ്യോ ഈസ് 10 എന്നും പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് ആറിൻ്റെ വാല്യൂ തന്നിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ആറിൻ്റെ വാല്യൂ >1 ആയിരിക്കും. <1 വരത്തില്ല, >1 ആയിരിക്കും കംപ്രഷൻ റേഷ്യോ. അപ്പോൾ ഡയറക്റ്റ്ലി കംപ്രഷൻ റേഷ്യോ തന്നിരിക്കും എക്സാമിന്, ക്വസ്റ്റ്യനിൽ പ്രോബ്ലം തരുമ്പോൾ ക്വസ്റ്റ്യനിൽ. അല്ല എങ്കിൽ ഇതിലേതെങ്കിലും ഒരു വോളിയം തന്നിരിക്കും. ഒന്നെങ്കിൽ V1 തന്നിരിക്കും, അല്ലെങ്കിൽ V2 തന്നിരിക്കും. ഇപ്പം V1 ആണ് തന്നിരിക്കുന്നതെങ്കിൽ V2 നമ്മൾ കണ്ടുപിടുത്തേണ്ടി വരും. എന്നിട്ടേ R കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഒന്നുകിൽ V2 നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ V3 കണ്ടെത്തണം. ഇതിലേതെങ്കിലും ഒന്ന് കണ്ടെത്തിയാൽ മതി. അത് തന്നെയാണ് V2, V3 തന്നെയാണ് V2. അപ്പം V1 തന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ V2 അല്ലെങ്കിൽ V3 ഏതെങ്കിലും ഒന്ന് കണ്ടെത്തി അതിൽ നിന്ന് കംപ്രഷൻ റേഷ്യോ എത്രയാണെന്ന് കണ്ടെത്താം. V1/V2 എടുക്കപ്പോഴേക്കും കംപ്രഷൻ റേഷ്യോ കിട്ടും. ആ കംപ്രഷൻ റേഷ്യോ ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എഫിഷ്യൻസി, തിയററ്റിക്കൽ എഫിഷ്യൻസി, ഓട്ടോ സൈക്കിളിൻ്റെ തിയററ്റിക്കൽ എഫിഷ്യൻസി എത്രയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം, പെർസെൻറ്റേജ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ ഇക്വേഷനാണ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. 1 - 1/r raised to gamma - 1 എന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. അതിനാണ് 10 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ഡെറിവേഷൻ ചോദിക്കുമ്പോൾ ആദ്യമേ PV and TS ഡയഗ്രാം വരയ്ക്കണം, അറിയണമല്ലോ. ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആദ്യമേ കയറി എഴുതി കളയല്. ഇത് നമ്മൾ അവസാനം ഡെറൈവ് ചെയ്തെടുക്കേണ്ട ഇക്വേഷനാണ്. ഇത് ആദ്യമേ എഴുതാൻ പാടില്ല. നമ്മൾ എഴുതി തുടങ്ങേണ്ടത് ഈ PV and TS ഡയഗ്രാം വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഹീറ്റ് സപ്ലൈഡിൻ്റെയും ഹീറ്റ് റിജക്റ്റഡിൻ്റെയും ഫോർമുലാസ് എഴുതുക. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ഹീറ്റ് സപ്ലൈഡ്, ഏത് പ്രോസസ്സാണ്.
ഹീറ്റ് റിജക്റ്റഡ് ഏത് പ്രോസസ്സാണ്, അതിൻ്റെ ഫോർമുല എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അത് തന്നെയാണ് സംഭവം. MCV × T3 - T2 ആണ് ഹീറ്റ് സപ്ലൈഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. MCV × T4 - T1 ആണ് ഹീറ്റ് റിജക്റ്റഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഓട്ടോ സൈക്കിളിൻ്റെ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ഇക്വേഷനും നമ്മൾ എഴുതി ഉണ്ടാക്കിയത് ഈ ഒരു ജനറൽ ഇക്വേഷൻ ബേസ് ചെയ്താണ്. നമ്മുടെ ഹീറ്റ് സപ്ലൈഡ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹീറ്റ് സപ്ലൈഡിൻ്റെ ഇക്വേഷനാണ് MCV × T2 - T1. ഇതിനെ പ്രോസസ് 2-3ക്കും പ്രോസസ് 4-1നും റീറൈറ്റ് ചെയ്താണ് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് എഴുതുക. ഇനി ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ എഴുതുക. ഇത് എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൻ്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയുടെ ജനറൽ ഇക്വേഷനാണ് ഈ 1 - ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്നുള്ളത്. ഇത് ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 - ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് എഴുതാം. അതല്ല എങ്കിൽ ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് നമുക്ക് എഴുതാം. രണ്ടും സെയിം ഫോർമുല തന്നെയാണ്. നമുക്ക് ഇവിടെ ഇപ്പം ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ഫോർമുല എഴുതേണ്ടത്. അതുകൊണ്ട് 1 - ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് എഴുതുക. ഇവിടെ ഹീറ്റ് റിജക്റ്റഡിൻ്റെയും ഹീറ്റ് സപ്ലൈഡിൻ്റെയും ഫോർമുല നമുക്ക് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഓട്ടോ സൈക്കിളിൻ്റെ ഫോർമുല നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഈ ഒരു സ്റ്റെപ്പ് കിട്ടും. 1 - MCV × T4 - T1 എന്നും താഴെ MCV × T3 - T2 എന്നും കിട്ടും. ഹീറ്റ് റിജക്റ്റഡും ഹീറ്റ് സപ്ലൈഡും. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും MCV എന്നുള്ളത് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും MCV കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഒന്ന് ക്യാൻസൽ ചെയ്യുക. ബാക്കി ഇതാ ഇത്രയായിരിക്കും വരുന്നത്. 1 - T4 - T1 ബൈ T3 - T2. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അതല്ല, പക്ഷേ നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ എത്തിച്ചേരുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ തന്നിരിക്കുമ്പം എല്ലാ ടെമ്പറേച്ചറൊന്നും തരാൻ സാധ്യതയില്ല. 4 ടെമ്പറേച്ചർ 4 എണ്ണമാണ്. 4 ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ ഈ 4 വാല്യൂസ് ഒന്നും പ്രോബ്ലത്തിൽ തരാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി കണ്ടെത്താനായിട്ട് ഈ ഇക്വേഷൻ സഫീഷ്യൻ്റ് അല്ല. നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷനിലോട്ട് എത്തിച്ചേരണം. അതിന് വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്, ഇവിടെ T4ഉം T1ഉം നമ്മൾ ചേഞ്ച് ചെയ്യത്തില്ല. പകരം T3യെയും T2നെയും നമ്മൾ ചേഞ്ച് ചെയ്യും. ഈ T3യെയും T2നെയും T4ഉം T1 എന്നീ ടേംസിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും. എന്നിട്ടായിരിക്കും ബാക്കി നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ T4ഉം T1ഉം നമ്മൾ ചേഞ്ച് ചെയ്യത്തില്ല. പകരം T3യെയും T2നെയാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് തുടങ്ങുന്നത്. ആദ്യം നമുക്ക് T2നെ ചേഞ്ച് ചെയ്യാം. T2 വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിലാണ്. പ്രോസസ് 1-2 എന്ന് പറയുന്ന അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സിലാണ് ഈ T2 വരുന്നത്. അപ്പോൾ നമുക്ക് ഈ അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഈ അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ് 1-2 ആണ് അഡയബാറ്റിക് പ്രോസസ്സ്. ഈ അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ തിയറി പഠിച്ചപ്പോൾ ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇതൊരു ജനറൽ ഇക്വേഷനാണ്. അപ്പോൾ ഈ V2/V1 = T1/T2⁻⁻1 എന്ന ഇക്വേഷൻ. ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ നമുക്ക് റീഅറേഞ്ച് ചെയ്തെഴുതാം. ഈ ഇക്വേഷൻ തന്നെയാണ് ഈ റീഅറേഞ്ച് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ. ഇവിടെ V2/V1 = T1/T2 എന്ന് പറഞ്ഞാൽ അതിന് പകരം നമ്മളിവിടെ T2/T1 = V1/V2⁻⁻1. ഇവിടെ 1/Γ-1 ആയിരുന്നു. ഇവിടെ അത് മാറ്റി Γ-1 എന്ന് എഴുതി. അതായത് ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഈ രൂപത്തിലോട്ട് എഴുതിയത്. ഇതിന് നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. കാരണം പ്രോസസ്സ് ഈ അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ് 1-2 തന്നെയാണ്. അപ്പോൾ അത് ഈ സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ കാണേണ്ട കാര്യം ഈ V1/V2 എന്ന സംഭവം അത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ തന്നെ കണ്ടു. V1/V2 എന്തോന്നാണ് കംപ്രഷൻ റേഷ്യോ എന്ന് പഠിച്ചു, അതായത് സ്മോൾ ലെറ്റർ R. അപ്പോൾ ഈ V1/V2നെ നമുക്ക് R കൊണ്ട് റീപ്ലേസ് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിനെ ഈ ഒരു ഇക്വേഷനെ T2/T1 = R⁻Γ-1 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ വന്ന് ഇതിൽ നിന്ന് നമുക്ക് T2 = T1 × R⁻Γ-1 എന്നും എഴുതാം. ഇവിടെ T2 = T1 × R⁻Γ-1 എന്നും എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. T2ന് പകരം അപ്പോൾ നമുക്ക് T1 × R⁻Γ-1 എന്ന് എഴുതാം. അതാണ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ T2ന് പകരം ഇവിടെ T1 × R⁻Γ-1 എന്ന് നമ്മൾ ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഈ T3യെ നമ്മൾ ഇതുപോലെ ചേഞ്ച് ചെയ്യും. ഈ T3 ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു അഡയബാറ്റിക് പ്രോസസ്സാണ് കൺസിഡർ ചെയ്യുന്നത്. പ്രോസസ് 3-4 അതാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് അഡയബാറ്റിക് പ്രോസസ് 3-4. അതും ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ പോലെ തന്നെ പ്രോസസ് 3-4, അതായത് ഈ പ്രോസസ് 3-4 റീറൈറ്റ് ചെയ്തതാണ് ഈ ഒരു ഇക്വേഷൻ. ഇവിടെ T2/T1 = V1/V2 എന്നാണെങ്കിൽ ഇവിടെ T3/T4 = V4/V3 എന്ന് എഴുതി. V4/V3⁻⁻1. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം V4/V3 എന്നാണ് എഴുതിയത്. ഈ V4 എന്ന് പറഞ്ഞാൽ ഹയർ വാല്യൂ, V3 എന്ന് പറഞ്ഞാൽ സ്മോളർ വാല്യൂ ആയിരിക്കും. ഇവിടെ V4 ഹയറും V3 എന്ന് പറഞ്ഞാൽ സ്മോളർ വോളിയൂമുമാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇവിടെ എഴുതിക്കുന്നത് V4/V3. ഈ V4/V3 എന്താണ്? അത് V1/V2 തന്നെയാണ്. നമ്മൾ നേരത്തെ എഴുതി V4ഉം V1ഉം സെയിം ആണ്. ഈ V4ഉം V1ഉം സെയിം വോളിയം തന്നെയാണ്. അതുപോലെ തന്നെ V3യും V2ഉം സെയിം വോളിയം തന്നെയാണ്. അപ്പം V4/V3യെ
നമുക്ക് അതേപോലെ തന്നെ V1/V2 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. V1/V2 എന്താണ്? 6, കംപ്രഷൻ റേഷ്യോ 6. അപ്പം നമുക്കതിനെ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, T3/T4 = R⁻⁻1 എന്നും എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് തന്നെ അറിയാം, T3 = T4 × R⁻⁻1 എന്ന് നമുക്ക് എഴുതാം. ഇവിടെ T3 = T4 × R⁻⁻1 എന്നും എഴുതാം. അപ്പോൾ ഇവിടെ T3 എന്നതിന് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ കിട്ടി. അത് നമ്മൾ ഈ ഒരു ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ T2 എന്നുള്ളത് നമ്മൾ ഇവിടെ കണ്ടെത്തി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ T3ക്ക് പകരമുള്ള ഇക്വേഷനും കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഈ ഒരു ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ഈ കാണുന്നത്. എഫിഷ്യൻസി = 1 - T4 - T1/T3 - T2 എന്ന ഇക്വേഷൻ ഈ T4 ഉം T1 ഉം നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, പകരം T3 ഉം T2 ഉം അതിൻ്റെ വാല്യൂസാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. T3ക്ക് പകരം T4 × R⁻⁻1 എന്നും T2വിന് പകരം T1 × R⁻⁻1 എന്നും ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രൂപത്തിലായി. ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും R⁻⁻1 കോമൺ വന്നിട്ടുണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ളത് നമ്മൾ എടുത്തിട്ട് ബാക്കികൾ എഴുതുമ്പോൾ T4 - T1 × R⁻⁻1 എന്ന് വരുന്നു. ഇവിടെ സെയിം ആയിട്ട് വരുന്നുണ്ട്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും T4 - T1 സെയിം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നു. ബാക്കി നമുക്ക് ഈ ഒരു രൂപത്തിലേക്ക് എത്തിച്ചേരും. 1 - 1/R⁻⁻1 എന്ന് കിട്ടും. ഇതാണ് ആക്ച്വൽ ആയിട്ടുള്ള ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസിയുടെ, തിയററ്റിക്കൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഡിറൈവ് ചെയ്തെത്തി. ഇത്രയേ ഉള്ളൂ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ. ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസിയുടെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2-3 സ്റ്റെപ്സ് കൊണ്ട് തന്നെ തീർന്നു. അപ്പോൾ ഇതാണ് 1 - 1/R⁻⁻1 ആണ് ഈ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടെ, ഒരു പോയിന്റ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, 1 - 1/R⁻⁻1 എന്ന് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് സാമ്പിൾ വാല്യൂസ് ഇട്ട് കൊടുക്കും. ഇവിടെ ഗാമയുടെ വാല്യൂ 1.4 ആയിട്ട് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഗാമയുടെ വാല്യൂ 1.4 ആയിട്ട് തന്നെ എടുക്കുന്നു. എന്നിട്ട് ഈ ആറിന് മാത്രം ഓരോ സാമ്പിൾ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ സാമ്പിൾ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് എഫിഷ്യൻസിയുടെ വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഒരു ടേബിളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആറിൻ്റെ വാല്യൂ 5 എന്ന് ഇട്ട് കൊടുത്താൽ എഫിഷ്യൻസിയുടെ വാല്യൂ 47.4 എന്ന് കിട്ടും. ആറിൻ്റെ വാല്യൂ 10 എന്ന് ഇട്ട് കൊടുത്താൽ എഫിഷ്യൻസിയുടെ വാല്യൂ 60.1 എന്ന് കിട്ടും. ആറിൻ്റെ വാല്യൂ 15 എന്ന് ഇട്ട് കൊടുത്താൽ എഫിഷ്യൻസി 66 എന്ന് കിട്ടും. ആറിൻ്റെ വാല്യൂ 20 എന്ന് ഇട്ട് കൊടുത്താൽ എഫിഷ്യൻസിയുടെ വാല്യൂ 69 എന്ന് കിട്ടും. ഇവിടെ ഗാമയുടെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, 1.4 തന്നെയാണ് എല്ലാ കേസിലും ഇട്ട് കൊടുത്തത്. അപ്പം സാമ്പിൾ വാല്യൂസ്, ആറിൻ്റെ സാമ്പിൾ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഇങ്ങനത്തെ എഫിഷ്യൻസിയുടെ വാല്യൂസ് കിട്ടി. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ആറിൻ്റെ വാല്യൂ, അതായത് കംപ്രഷൻ റേഷ്യോ കൂടുന്നതനുസരിച്ച് എഫിഷ്യൻസിയും കൂടുന്നു. ആ ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി കൂടി വരുന്നു. അപ്പോൾ അതൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ കംപ്രഷൻ റേഷ്യോ. കംപ്രഷൻ റേഷ്യോ കൂടുന്നതനുസരിച്ച് ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി കൂടിക്കൊണ്ടിരിക്കും. അതായത് പെട്രോൾ എഞ്ചിനിൽ, നമ്മുടെ പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് ആണല്ലോ ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ പെട്രോൾ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ കൂട്ടുകയാണെങ്കിൽ എഫിഷ്യൻസിയും കൂടുന്നതായിരിക്കും, പെട്രോൾ എഞ്ചിൻ്റെ എഫിഷ്യൻസിയും കൂടുന്നതായിരിക്കും. അതായത് മൈലേജും കൂടുന്നതായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിനെപ്പറ്റി നമ്മൾ പെട്രോൾ എഞ്ചിനെ പറ്റി നമ്മൾ കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല. പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ഒരു കാര്യം കൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്ന കംപ്രഷൻ റേഷ്യോ കൂടുന്നതനുസരിച്ചായിരിക്കും. കംപ്രഷൻ റേഷ്യോ കൂടുന്നതനുസരിച്ച് ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസിയും കൂടിക്കൊണ്ടിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി കണ്ടെത്താനുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇത് വളരെ കുറച്ചേ ഉള്ളൂ. ഇത് 10 മാർക്കിനായിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കാര്യം കൂടെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഒന്ന് എഴുതി വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് ഡീസൽ സൈക്കിൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.